ശാന്തി. ദേഷ്യം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശത്രുവാണല്ലോ. പലപ്പോഴും നമ്മുടെ സംബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, ബന്ധങ്ങളിലെ റിലേഷനെ തകർക്കുന്ന ഒരു വില്ലനായിട്ട് ഈ ദേഷ്യം അവതരിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആത്മസംയമനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സ്വയം നിയന്ത്രണം ഇല്ലാണ്ടാവുമ്പോൾ ദേഷ്യത്തിൻ്റെ മാക്സിമത്തിൽ ചില ആളുകൾ അവനവനെ തന്നെ കൊന്നുവരെ കളയാറുണ്ട്. അതുകൊണ്ട് പിന്നീട് പശ്ചാത്തപിക്കാന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് ചില ആളുകൾ സ്വന്തം ശരീരത്തിൽ ഇടിച്ചുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നവരെ കാണാറുണ്ട്. ചിലർ മറ്റുള്ളവരെ കയറി ഉപദ്രവിക്കുകയും സ്വയം കുറ്റക്കാരനാവുന്നത് കാണാം. ചിലർ സാധനങ്ങളെ തല്ലിത്തകർത്ത് സ്വയം നഷ്ടം വരുന്നത് കാണാം. ഈ ദേഷ്യം എന്ന സാധനം എന്തൊക്കെ നഷ്ടങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്നത്. അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ ദേഷ്യം എങ്ങനെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കാം? ഒരു കാര്യം, നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലെ ശാന്തിയുടെ കുറവിനെയാണ് ദേഷ്യമെന്ന് പറയുന്നത്. ശാന്തമായിരിക്കുന്ന ഒരാളെടുത്ത് നിങ്ങളൊന്ന് 2 മിനിറ്റ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിയാണ് വരിക, അല്ലാതെ ദേഷ്യം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ മനസ്സ് ശാന്തമാണ്, അവിടെ ദേഷ്യത്തിന് അലകളില്ല. അതേസമയം ഒരാൾക്ക് ശാന്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദേഷ്യപ്പെടുന്നവരോട് നമ്മൾ പറയും നിങ്ങളൊന്ന് ശാന്തമായിരിക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പറ്റാനാന്ന് ചോദിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ശാന്തി ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ദേഷ്യം ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം ആവശ്യം നമുക്ക് സ്വയം നമ്മളെ ശാന്തമാക്കാനായി പഠിക്കുക എന്നുള്ളതാണ്. പൊതുവേ നിങ്ങൾ ദേഷ്യത്തിനുണ്ടാവുന്ന സന്ദർഭങ്ങളൊന്നും നോക്കിയിട്ടുണ്ടോ? മറ്റൊരാളുടെ കയ്യിൽ നിന്നൊരു കുറ്റം സംഭവിക്കുമ്പോഴാണ് നമുക്കൊക്കെ ദേഷ്യം വരാറ്. ഉദാഹരണം പറയുകയാണ്, ഞാൻ ഒരു വീട്ടിൽ ഒരു മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ആരോ വെച്ചു. ആ ഗ്ലാസ് ഇരിക്കുന്നതിൻ്റെ അടുത്തുകൂടെ ഒരാൾ കടന്നു പോകുന്നു. അയാളുടെ കൈ വീണിട്ട് കൈ കൊണ്ടിട്ട് ആ ഗ്ലാസ് അങ്ങ് വീണ് പൊട്ടുകയാണ്. ആ കൈ കൊണ്ട്, ആരുടെ കൈ കൊണ്ടിട്ടാണോ ഗ്ലാസ് വീണ് പൊട്ടിയത്, അയാൾ ചോദിക്കും ഇതാരാ ഈ ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കും. ആ വെച്ച ആൾ ചോദിക്കും ഇത് കണ്ണ് കണ്ടുകൂടെ, അതിൻ്റെ അടുത്തൂടെ നിന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നടന്നുകൂടെ എന്ന് ചോദിക്കും. രണ്ടാളും മറ്റൊരാളുടെ കുറ്റത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ കൈ ചൂണ്ടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരാറ്. നേരെ തിരിച്ച് ഈ ദേഷ്യത്തെ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ നേരെ ഉപയോഗിക്കാം. വേറൊരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റുന്ന സമയത്ത് അവരോട് സ്നേഹത്തോടെ ക്ഷമയോടെ നിങ്ങൾക്ക് പെരുമാറാനും, അതേസമയം സ്വന്തം കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സെൽഫ് പണിഷ്മെൻറ്റ് കൊടുക്കാനും സാധിക്കുമെങ്കിൽ ദേഷ്യത്തിൻ്റെ മേലെ നമുക്കൊരു പരിധി വരെയൊക്കെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരാളോട് വളരെ മോശമായി പെരുമാറി അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടു, അവർക്ക് ഫീൽ ചെയ്തുവെങ്കിൽ ഒരു ചെറിയ ശിക്ഷ, രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നല്ല വിശപ്പിൽ നിങ്ങൾ ടേസ്റ്റായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു സമയത്ത് ആഹാരത്തെ ആ ഒരു ശിക്ഷയായിട്ട് അങ്ങ് ഉപേക്ഷിക്കുക. നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് അറിഞ്ഞുകൂടാ ഇത് നിങ്ങൾ തന്നെ ഉപേക്ഷിക്കുകയാണോ അതോ വേറൊരാൾ പറഞ്ഞിട്ട് ഉപേക്ഷിക്കുകയാണോ എന്ന്. അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ ഫീലിങ്ങിൽ എനിക്ക് വിശന്നിട്ട് വയ്യ, ദാഹിച്ചിട്ട് വയ്യ, ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു, ഇങ്ങനെ പല ഫീലിങ്ങും നമുക്ക് ആ സമയത്ത് തോന്നും. അത് തോന്നുമ്പോൾ സാരമില്ല, ശിക്ഷയാണ്, അനുഭവിക്കുക തന്നെ എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് അത് കുറച്ച് സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അടുത്ത സമയം ഇതേപോലൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും വേണ്ട, ശിക്ഷ കിട്ടും എന്ന്. കാരണം ഉപബോധ മനസ്സത് പഠിച്ചു വെച്ചു, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, വിശക്കണം, കഷ്ടപ്പെടണം, ക്ഷീണിക്കണം. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സെൽഫ് പണിഷ്മെൻറ്റിന് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ദേഷ്യത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാം. പിന്നെ തത്സമയം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേക്കാൾ മുന്നേ പെട്ടെന്ന് എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരിക എന്ന് വിചാരിക്കുക. ഒരാൾ വേണ്ടാത്തൊരു കാര്യം ചെയ്തു, ശരിക്കും വേണ്ടാത്ത കാര്യം തന്നെയാണ്, ചെയ്യരുതാത്ത കാര്യമാണ് ചെയ്തത്. എന്നിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ ഇമോഷണലി ചാർജായി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ മുഴുവൻ ഫീലിങ്സോട് അവരോട് പറയണേക്കാൾ നല്ലത് ഇപ്പം പറയണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ പറയുന്നതിൻ്റെ നിങ്ങളുടെ ഫീലിങ്സൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടാവും. ആ സമയത്ത് പറയുമ്പോൾ അതിൻ്റെ ആക്കവും തൂക്കവും ഒക്കെ കുറയും.
ഇനി നിങ്ങൾക്ക് അങ്ങനെ 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാനും പറ്റാത്ത അത്ര ദേഷ്യം വന്നു വിചാരിക്കുക. എന്നാൽ പറയാതെ പകരം ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആ പേപ്പറിൽ അങ്ങ് വിശദമായിട്ടങ്ങ് എഴുതിക്കോ. എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും ഇത്രയൊന്നും ഹാർഡായിട്ട് പറയരുതായിരുന്നു എന്ന്. അപ്പം നിങ്ങൾ തന്നെ പറയും ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന്. ഇങ്ങനെ ആ സമയത്തുണ്ടാകുന്ന വളരെ ശക്തമായിട്ട് ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യത്തിനെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. ഒന്നുകിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാം എന്നൊക്കെ സ്വയം അവനവനോട് പറഞ്ഞ് മാറ്റിവെക്കുക. അപ്പോൾ ആ ഉണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ ആക്കവും തൂക്കവും കുറയാൻ തുടങ്ങും. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ആവട്ടെ നമുക്ക് സ്വയം തോന്നും. അങ്ങനെ മാറ്റിവെച്ച് ദേഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കാരണം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന ദേഷ്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ദേഷ്യത്തിൻ്റെ ആക്കം കുറച്ച് കൂടുകയുള്ളൂ. ദേഷ്യം വരുന്നതായിട്ടുള്ള ഡ്യൂറേഷൻ സാഹചര്യം നോക്കിയാൽ സാഹചര്യം ആവട്ടെ, ഒരു പ്രാവശ്യം ദേഷ്യം വന്ന് രണ്ടാമത്തെ പ്രാവശ്യം ദേഷ്യം വരുന്നതിൻ്റെ സമയം നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കിയാൽ വേഗം ദേഷ്യം വരുന്നതായിട്ട് കാണാം. അതായത് ഒരു കാര്യം 3 പ്രാവശ്യം ചെയ്താൽ ഉപബോധ മനസ്സ് അതിനെ സ്വന്തമാക്കും. 9 പ്രാവശ്യം ചെയ്താലോ അത് സംസ്കാരമാക്കും. അതുകൊണ്ട് മാറ്റിവെക്കുന്നത് 3 പ്രാവശ്യം ചെയ്താൽ ഉപബോധ മനസ്സ് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കും. അത് 9 പ്രാവശ്യമായ ദേഷ്യപ്പെടണ്ട എന്ന് പറയാൻ തുടങ്ങും. നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ദേഷ്യപ്പെടാൻ നിങ്ങൾക്കറിയാത്ത ഒരാളായിട്ട് ഭാവിയിൽ മാറാൻ പറ്റും. അങ്ങനെ നമുക്ക് പതുക്കെ ദേഷ്യത്തെ അതിജീവിക്കാം, എന്നാൽ ജീവിതത്തിലെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാം. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.